അമേരിക്കയിലെ ദശലക്ഷക്കണക്കിന് വിശ്വാസികളെ ദിവ്യകാരുണ്യത്തിലേക്ക് അടുപ്പിച്ച ദിവ്യകാരുണ്യ കോൺഗ്രസ് 4 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നടത്തുവാൻ തീരുമാനം. 2029 11ാമത് ദേശീയ യൂക്കറിസ്റ്റിക് കോൺഗ്രസിന് തയ്യാറെടുക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ തങ്ങൾ ആരംഭിച്ചതായി നാഷണൽ യൂക്കറിസ്റ്റിക് കോൺഗ്രസ് CEO ജേസൺ ഷാങ്ക്സ് അറിയിച്ചു. തങ്ങൾ പങ്കുവച്ച ദിവ്യകാരുണ്യത്തിലുള്ള വിശ്വാസം വീണ്ടും ആഘോഷിക്കുന്നതിനായി അമേരിക്കൻ സഭ വീണ്ടും ഒന്നിക്കുന്നതിന് ആഗ്രഹിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. യേശുവിൻ്റെ കുരിശിലെ ത്യാഗബലിക്ക് 2000 വർഷം തികയുന്ന 2033 അടുത്ത ദിവ്യകാരുണ്യ കോൺഗ്രസ് നടക്കുമെന്നാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. ഇതിൽ മാറ്റം വരുത്തിയാണ് 2033 ജൂബിലി വർഷത്തിന് മുൻപ് തന്നെ മറ്റൊരു ദിവ്യകാരുണ്യ കോൺഗ്രസ് കൂടി നടത്തുവാൻ സഭാ നേതൃത്വം തീരുമാനമെടുത്തിരിക്കുന്നത്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കൻ മണ്ണിൽ നടന്ന ആദ്യ ദിവ്യകാരുണ്യ കോൺഗ്രസിനാണ് കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഇന്ത്യാനാപോളിസിലെ ലൂക്കാസ് ഓയിൽ സ്റ്റേഡിയം വേദിയായത്. സിറോ മലബാർ ക്രമത്തിൽ ഉൾപ്പെട്ട വിവിധ വിശുദ്ധ കുർബാനകൾ, ദിവ്യകാരുണ്യ ആരാധന പ്രഭാഷണങ്ങൾ, ശില്പശാലകൾ, ദിവ്യകാരുണ്യ പ്രദക്ഷിണം എന്നിവ ഇതിൻ്റെ ഭാഗമായി നടന്നിരുന്നു. കഴിഞ്ഞ വേനൽക്കാലത്ത് ഇന്ത്യാനാപോളിസിൽ നടന്ന ഒത്തുചേരലിൽ നിന്ന് ലഭിച്ച കൃപയിൽ പടുത്തുയർത്താൻ അനേകർ ഉത്സുകരാണെന്നും മുൻപത്തെ ദിവ്യകാരുണ്യ കോൺഗ്രസിൻ്റെ വിജയത്തിനായി പ്രാർത്ഥിക്കുകയും മധ്യസ്ഥത വഹിക്കുകയും ചെയ്ത എണ്ണമറ്റ വ്യക്തികളാണെന്ന് തിരിച്ചറിയുന്നുണ്ടെന്നും CEO ജേസൺ ഷാങ്ക്സ് പറഞ്ഞു. തങ്ങൾക്കൊപ്പം പ്രാർത്ഥിക്കാൻ, തങ്ങളോടൊപ്പം ചേരാൻ സഭാമക്കളെ ക്ഷണിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വർഷം ദിവ്യകാരുണ്യ കോൺഗ്രസിൻ്റെ ഭാഗമായി കാലിഫോർണിയ, കണക്റ്റിക്കട്ട്, മിനസോട്ട, ടെക്സാസ് എന്നിവിടങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് 4 തീർത്ഥാടന റൂട്ടുകളിലായി 6500 മൈൽ കാൽനട ദിവ്യകാരുണ്യ തീർത്ഥാടനം നടന്നിരുന്നുവെന്നതും ശ്രദ്ധേയമാണ്.